എല്ലാവർക്കും ആൻസോളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പ്രഷർ കുക്കർ സാമ്പാറാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ഇവിടെ ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ സാമ്പാറിൽ തേങ്ങയും പിന്നെ പുളിവെള്ളവും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പാർ ഉണ്ടാക്കുന്നതിന് അരമണിക്കൂർ മുൻപ് 1/2 ഗ്ലാസ് തുവരപ്പരിപ്പ് ഒരു പാത്രത്തിലിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വെക്കണം. ഇളം ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് വെച്ചാലും മതിയാവും. ഇങ്ങനെ ചെയ്യാതെയും ഉണ്ടാക്കാം, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആസിഡിറ്റി പ്രോബ്ലം ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്, ഡബിൾ സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ കുറച്ച് 2-3 തവണ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇത് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ സാമ്പാർ ഉണ്ടാക്കാൻ ഞാൻ ഏതൊക്കെ വെജിറ്റബിൾസാണ് എടുത്തതെന്ന് കാണിക്കാം. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 1 ക്യാരറ്റ്, 1 മീഡിയം സൈസ് ഇഞ്ചി, 4 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, 1 മീഡിയം സൈസ് ഉള്ളി, 1 വലിയ തക്കാളി. ഇതിൽ ഞാൻ പുളിവെള്ളം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പുളിവെള്ളം ചേർക്കാം. അപ്പോൾ ഈ തക്കാളിയുടെ അളവ് കുറക്കണം എന്നൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ചേർത്താൽ. അടുത്തതായിട്ട് ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വെജിറ്റബിൾസ് ചേർക്കാം. ആദ്യം തന്നെ 1 ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് 2 എണ്ണം കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി 1 എണ്ണം ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. 1 മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തത്. പിന്നെ 4 പച്ചമുളക് ഞാൻ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടുക്കായിട്ട്, അങ്ങനെയാണ് ഞാൻ ഇടുന്നത്, അതിട്ട് കൊടുക്കാം. പിന്നെ 5 അല്ലി വെളുത്തുള്ളി ഒന്ന് പ്രസ് ചെയ്തെടുത്തതാണ്, കത്തി വെച്ചിട്ട് അമർത്തിയെടുത്തതാണ്. ഇഞ്ചി 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ. എരിവിൻ്റെ ഒക്കെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കോ കൂട്ടോ ചെയ്യാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പും പച്ചക്കറിയും ഒക്കെ മുങ്ങാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് മൂടി വെക്കാം. ഇനി സ്റ്റൗ കത്തിച്ച് നമ്മുടെ കുക്കർ ഈ സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇതാ ഇപ്പം 2 വിസിൽ വന്നു. പച്ചക്കറിയും പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് തിളക്കാൻ വെക്കാം. ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കൂടാതെ നിങ്ങളുടെ കയ്യിൽ വേറെയും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മുരിങ്ങക്കായ്, ബ്രിഞ്ചോൾ, വെണ്ടയ്ക്ക ഒക്കെ ഈ സമയത്താണ് ചേർക്കേണ്ടത്, കാരണം അതിന് വേവ് കുറവാണ്. അതൊന്നും പ്രഷർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് തിളക്കുമ്പോഴേക്കും നമുക്ക് ഒരു തടുക്കാ പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ 2 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇതൊക്കെ ചെയ്യാൻ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സാമ്പാറിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് പുറത്തേക്ക് തെറിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഈ തടുക്കാ പാൻ ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കുന്നത്. എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. സാമ്പാറിൻ്റെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇതാ റെഡിയായി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഈ സാമ്പാർ. ഇത് നമുക്ക് ഇഡ്ലിയുടെ കൂടെ, ദോശയുടെ കൂടെ, ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ബാക്കി വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.